ഹായ്, ഞാൻ സ്മൃതി അനീഷ്. ഇന്നത്തെ വീഡിയോയിൽ ലൈനിങ് കുർത്തിയുടെ കട്ടിംഗ് ആണ് പറഞ്ഞു തരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ബോഡി മെഷർമെൻറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതും പ്രകാരം എങ്ങനെയാണ് മാർക്കിംഗ് ചെയ്യുന്നതെന്നാണ് ഈ ഒരു മെഷർമെൻറ്റിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് ആദ്യം ഇതുപോലെ വീതിപ്പാട് മടക്കുക. അതിനുശേഷം ലെങ്ത് വൈസിൽ നേരെ താഴത്തേക്ക് ഇതേപോലെ മടക്കുക. ഇതേപോലെ 4ആയിട്ട് മടക്കി വേണം ഇടാനായിട്ട്. ഇപ്പോൾ ഞാൻ ലൈനിങ് ഇതേപോലെ 4ആയിട്ട് മടക്കി ഇട്ടിട്ടുള്ളതാണ് ഈ കാണുന്നത്. എന്നിട്ട് നമ്മൾ താഴെ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. എന്തെങ്കിലും ചരിവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ റെഡിയാക്കാനാണ് നമ്മൾ താഴെ നേരെ ഇതുപോലെ ലൈൻ കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് എത്രയാണോ കറക്റ്റായിട്ട് വേണ്ട നമ്മുടെ ഫുൾ ലെങ്ത് അതിനേക്കാൾ ഒരു 2 ഇഞ്ചെങ്കിലും കുറച്ച് ലെങ്ത് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒരു ലൈൻ കൊടുക്കുക. നമ്മൾ ലൈനിങ് മെയിൻ പീസിനേക്കാളും കുറച്ച് കയറി നിൽക്കുന്നതാണ് നല്ല, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഷോൾഡർ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ബാക്ക് അത്യാവശ്യം ഡീപ്പ് നെക്കൊക്കെ ആണെങ്കിൽ എടുക്കുന്ന ഷോൾഡറിൻ്റെ ഹാഫിനകത്തുനിന്ന് നമ്മളൊരു 1/2 ഇഞ്ച് കുറച്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട് ഷോൾഡർ. അങ്ങനെ കുറച്ച് മാർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് ഷോൾഡർ ഒരുപാട് ലൂസ് ആകുന്നതിനകത്തും നമുക്കൊരു കുറവ് വരും, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഇവിടെ നേരെ താഴത്തേക്ക് ഇതേപോലെ ആം ഹോൾ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഷോൾഡർ തന്നെയാണ് നമ്മൾ ആം ഹോൾ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 മാർക്ക് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 1/2 ഇഞ്ച് ലൂസ് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം, നല്ല ഫിറ്റിന് കിടക്കും. ഇനി ഒരു മിനിമം ലൂസ് വേണമെങ്കിൽ 3/4 ഇഞ്ച് ലൂസും 1 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിവിടെ ഒരു ആം റൗണ്ട് വരച്ചു കൊടുക്കണം. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ട് ഈസി ആയിട്ട് വരയ്ക്കാനായിട്ട് ഈ ഒരു ലൈൻ്റെ നേരെ സെൻറ്റർ പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു കോർണറിൽ നിന്ന് മുകളിലേക്ക് ഒരു 1.25 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ലൈനിൽ കൂടി ഇതേപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരയ്ക്കാനായിട്ട് നിങ്ങൾക്ക് പ്രയാസമാണെന്നുണ്ടെങ്കിൽ ഫ്രഞ്ച് കർവൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈ ഒരു ഫ്രഞ്ച് കർവ് ബിഗിനേഴ്സിന് വളരെ ഉപകാരപ്രദമാണ്. കണ്ട് ഈ ഒരു ലൈനിൽ ഇതേപോലെ ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. കണ്ടോ, നല്ല ഷേപ്പിന് തന്നെ ഈ ഒരു കർവ് വരയ്ക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം നമുക്ക് ഷോൾഡർ തൊട്ട് ഹിപ്പ് വരെയുള്ള ലെങ്ത് ബോഡിയിൽ നിന്ന് എടുത്തത് മാർക്ക് ചെയ്യുക. അതിനോട് ഒരു 1/2 ഇഞ്ചോടെ കൂട്ടി വേണം മാർക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ 4 മുകളിൽ എത്രയാണോ ലൂസ് കൊടുത്ത് സെയിം ലൂസ് തന്നെ കൊടുത്തിട്ട് പിന്നെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുക. ലൂസ് നിങ്ങൾക്ക് 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ കൊടുക്കാവുന്നതാണ് കേട്ടോ. അത് നിങ്ങളുടെ ലൂസ് എത്ര വേണം എന്നുള്ളതിനെ ഫിറ്റിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അവിടെ ഇതുപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് മിഡ് വേസ്റ്റ് റൗണ്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. മിഡ് വേസ്റ്റ് റൗണ്ട് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ നമ്മുടെ ചെസ്റ്റ് ലൈൻ്റെ ഹിപ്പ് ലൈനിൻ്റെ നേരെ സെൻറ്റർ പോയിന്റ് ഇതുപോലെ കണ്ടുപിടിക്കുക. അപ്പോൾ ടേപ്പ് വെച്ചത് ഇത് തമ്മിലുള്ള അകലം ഇതേപോലെ എടുത്തിട്ട് നേരെ ഈ ഒരു ടേപ്പ് മടക്കിയിട്ട് നമുക്ക് മുകളിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാർക്കിംഗ് അറിയാം. കണ്ടോ, ഇതേപോലെ എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഹാഫ് ഇതേപോലെ പോയിന്റ് കൊടുക്കുക. ഇതായിരിക്കും നമ്മുടെ ഇടവണ്ണം. ഏകദേശം നമുക്കൊരു ഇടവണ്ണമായിട്ട് വരുന്നത്. കറക്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ ബോഡിയിൽ നിന്ന് എടുത്ത ലെങ്ത് എത്രയാണോ ആ ലെങ്ത് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് കൊടുത്തിട്ട് നമ്മുടെ മിഡ് വേസ്റ്റ് റൗണ്ടിൻ്റെ 4 നമുക്ക് 1/2 ഇഞ്ച് ലൂസും പിന്നെ ഡാർട്ടിന് വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഈ ഒരു 3 ലൈൻ കൊടുത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെസ്റ്റും വേസ്റ്റും ഹിപ്പും കൊടുത്തു കഴിഞ്ഞാൽ ഈ എല്ലാ ലൈൻസും ഇതേപോലെ ഇവിടേക്ക് ജോയിൻ ചെയ്യുക. എന്നിട്ട് നേരെ ഇവിടേക്കും ജോയിൻ ചെയ്യുക. അങ്ങനെ ജോയിൻ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് തയ്ക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല, കുറച്ചും കൂടെ ബോഡി പെർഫെക്ഷനിൽ കിടക്കാനായിട്ട് ബ്രസ്റ്റ് റൗണ്ടും അതുപോലെ വയറിൻ്റെ അവിടുത്തെ വണ്ണമൊക്കെ കൊടുത്താൽ കുറച്ചും കൂടി നമുക്ക് ബോഡിക്ക് അനുസൃതമായ രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതുപോലെ ബ്രസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്യുന്നെങ്കിൽ ചെസ്റ്റ് റൗണ്ട് അവിടുന്ന് ഒരു 2.5 ഇഞ്ച് താഴ്ത്തിയിട്ട് ഇതേപോലെ ഒരു ലൈൻ കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിൻറ്റിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് കൂട്ടിയിട്ട് ഈ ഒരു ലൈൻ വരച്ച് കൊടുത്താലും മതി. കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ബ്രസ്റ്റ് റൗണ്ടിൻ്റെ 4 1/2 ഇഞ്ച് ലൂസും തയ്യൽ തുമ്പും അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വയറൊക്കെ ഉള്ളവർക്ക് അവിടെ ഒരുപാട് പിടിച്ച് കിടക്കാതിരിക്കാനായിട്ട് മിഡ് വേസ്റ്റിൻ്റെ ഹിപ്പ് റൗണ്ടിൻ്റെ ഇടയിൽ ഒരു ലൈൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് അവിടെ വേണമെങ്കിൽ നമ്മുടെ വയറിൻ്റെ ആ ഒരു കംപ്ലീറ്റ് റൗണ്ട് എടുത്തിട്ട് ആ ഒരു റൗണ്ടിൻ്റെ 4 1/2 ഇഞ്ച് ലൂസും തയ്യൽ തുമ്പും അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒത്തിരി വയറൊക്കെ ഉള്ളവർക്ക് ഒരുപാട് പിടിച്ച് കിടക്കാതെ ഇരിക്കും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ബ്രസ്റ്റ് ലൈനും ഈ പറഞ്ഞ വയറിൻ്റെ ഇവിടുത്തെ ആ ഒരു വേസ്റ്റ് പാർട്ടിലെ റൗണ്ട് ഓപ്ഷണലാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇല്ലെന്നുണ്ടെങ്കിൽ മിഡ് വേസ്റ്റിൽ കുറച്ച് ലൂസ് ഹിപ്പിൻ്റെ അവിടെ ലൂസ് ചെയ്താലും വയറിൻ്റെ അവിടുത്തെ വണ്ണം കവർ ആയിക്കോളും. എന്നിട്ട് ഈ ലൈൻസ് എല്ലാം തമ്മിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. കേട്ടോ, ഇതുപോലെ ലൈൻസ് എല്ലാം ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ലൂസ് കഴിഞ്ഞിട്ടുള്ള ലൂസും കൂടെ കൂട്ടി വേണം ഇതുപോലെ മാർക്ക് ചെയ്യാൻ. എന്നിട്ട് ഇതുപോലെ തയ്യൽ തുമ്പിൻ്റെ ആ ഒരു ലൈൻസ് എല്ലാം ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മുടെ മിഡ് വേസ്റ്റിൻ്റെ ഈ ഒരു പാർട്ട് കണ്ടോ, ഇതുപോലെ വി ഷേപ്പിലായിരിക്കുന്നത്. അതിന് നമ്മളൊരു കർവ് ആക്കി വേണം കൊടുക്കുക. ഇതുപോലെ ഫ്രഞ്ച് കർവൊക്കെ ഉണ്ട്, ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ആക്കി ഒന്ന് കൊടുക്കണം. നമ്മളെല്ലാം തയ്ക്കുമ്പോൾ അവിടെ പോയിന്റ് പോലെ ഇരുന്നാൽ നമുക്ക് ബോഡിക്ക് ഒരു ഷേപ്പ് കിട്ടത്തില്ല. അതിനാണ് നമ്മളൊരു കർവ് ഷേപ്പ് ആക്കി കൊടുക്കുന്നത്. നമുക്കിനി സ്ലിറ്റിൻ്റെ ഇവിടുന്ന് താഴത്തേക്ക് ലൈൻ ഇടാനായിട്ട് അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരണം. അതിനായിട്ട് നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെ 4 ലൂസും കൊടുത്ത് സെയിം ലെങ്ത് തന്നെ താഴെയും ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇതേപോലെ ലൈൻ ഇട്ട് കൊടുക്കുക. ഹിപ്പിൻ്റെ അവിടെ കൊടുത്ത് സെയിം പോലെ തന്നെ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് കട്ടിങ് വരും. കുറച്ചുകൂടെ വിരിവ് വേണമെങ്കിൽ താഴെ 1/2 ഇഞ്ചോ 1 ഇഞ്ചോ കൂടുതലിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. എന്നിട്ടൊരു ചെറുതായിട്ടൊരു കർവ് കിട്ടും. ഒരു 1/4 ഇഞ്ചൊന്ന് കർവ് ഇടുന്നു. സൈഡ് ഹാങ് ചെയ്ത് വരാതിരിക്കാനായിട്ട് അങ്ങനെ ചെയ്യുന്നത്. ലൈനിങ്ങിൽ അങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
അപ്പോൾ നമുക്കിനിയും ഡാർട്ടും കൂടെ പ്ലേസ് ചെയ്യുന്നൊന്ന് കാണിച്ചു തരാം. ഡാർട്ട് നമുക്ക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബോഡിക്ക് ഒരു ഷേപ്പ് കിട്ടാനായിട്ടാണ്. മിഡ് വേസ്റ്റ് ലൈൻ്റെ സെൻറ്റർ പോയിന്റ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ വരച്ചിട്ട് 4 ഇഞ്ചും 2 സൈഡിലോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ ഇതേപോലെ വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതേപോലെ നമ്മൾ ലൈൻ ഇട്ട് കൊടുത്തു. ഇതൊക്കെ നമുക്ക് ബോഡിക്ക് ഷേപ്പ് കിട്ടാനായിട്ടാണ്. ഇനി നമുക്ക് റിഗാളിൻ്റെ അവിടെ അല്ലെങ്കിൽ ആം റൗണ്ടിൻ്റെ ഈ ഒരു പാർട്ടിലും കൂടെ ഡാർട്ട് ഇട്ട് കൊടുത്താൽ കുറച്ചും കൂടെ നല്ല ഷേപ്പിന് കിട്ടും. ആ ഒരു ഷേപ്പിന് കിട്ടാനായിട്ട് നമുക്ക് ഇവിടെയും കൂടെ ഒരു റിഗാൾട്ടൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. 1/2 ഇഞ്ച് അകത്തോട്ട് എടുത്തിട്ടൊന്ന് ഫ്രണ്ട് ആം ഹോൾ ഈ ഒരു രീതിയിലൊന്ന് കുഴിച്ച് വരച്ചു കൊടുക്കുക. കൈകൊണ്ട് വരച്ചു കൊടുത്താലും മതി. നമുക്ക് ഫ്രഞ്ച് കർവ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാം. അതിനാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഇതുപോലെ ഡാർട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ ഡാർട്ടിൻ്റെ 2 ഇഞ്ചൊന്ന് അകത്ത് ഇതുപോലൊന്ന് ലൈൻ കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ 2 സൈഡിലായിട്ടും 4 ഇഞ്ച് 2 സൈഡിൽ ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ റിഗാൾ ഡാർട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇത് നമുക്ക് കുറച്ചുകൂടെ ബ്രസ്റ്റിന് ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതിനുശേഷം നെക്ക് വിഡ്ത്ത് ഒരു 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല വൈഡിൽ കിട്ടാനായിട്ടാണ് നെക്ക് വിഡ്ത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇതേപോലെ തയ്ച്ച് തീർന്ന് കഴിയുമ്പോൾ നമുക്ക് 4 ഇഞ്ച് നെക്ക് വൈഡ് കിട്ടണം. ഇനിയും തയ്ക്കുന്നതിന് മുന്നാണ് 2.5 ഇഞ്ച് ഇട്ട് ഓൾറെഡി ഫാബ്രിക്കിൽ കട്ട് ചെയ്യുന്നവരാണ് 3.5 ഇഞ്ചിലിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ തയ്ച്ച് തരുമ്പോൾ നമുക്ക് 4 ഇഞ്ച് കിട്ടും. ഞാൻ ക്യാൻവാസിലാണ് ചെയ്യുന്നതുകൊണ്ട് നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, അതേപോലെ ഇട്ടിരിക്കുകയാണ്. മീഡിയം നെക്ക് വേണ്ടവർക്ക് 2 2.5 ഇഞ്ചോ നെക്ക് വൈഡ് കൊടുത്താൽ മതി. ഇനി നമുക്കിതങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് വേണ്ടത് നമ്മുടെ ഈ ഒരു കണ്ടോ, ഒന്നിച്ച് ഇതേപോലെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് പാർട്ട് വേണം ഫസ്റ്റ് കട്ട് ചെയ്യാനായിട്ട്. ഫ്രണ്ട് പാർട്ട് നമ്മൾ കട്ട് ചെയ്യരുത്. അപ്പോൾ ഇൻ കേസ് റിഗാൾട്ടൊക്കെ ഇടുന്നില്ലെന്നുണ്ടെങ്കിൽ നേരെയും കട്ട് ചെയ്ത് പോയത്. റിഗാൾട്ടൊക്കെ ഇടുന്നതുകൊണ്ട് ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്കൊന്ന് നീക്കി ചെസ്റ്റ് ലൈൻ്റെ അവിടെ മാത്രം കട്ട് ചെയ്യുന്നു. ബാക്കിയെല്ലാം വരച്ചതുപോലെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കംപ്ലീറ്റ് കട്ട് ചെയ്തെടുക്കേണ്ട. ഈ ഒരു പാർട്ടൊക്കെ കർവിൽ കറക്റ്റായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പം ഈ ലൈനിങ് ആണ് കറക്റ്റ് നമ്മൾ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ബോഡി മെഷർമെൻറ്റ് എടുക്കുന്ന വീഡിയോ ഒക്കെ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റിഗാൾട്ടൊക്കെ ഇടുന്നതുകൊണ്ടാണ് നമ്മളവിടെ എക്സ്ട്രാ ഒരു അരേഞ്ച് കൊടുത്തത്. റിഗാൾട്ടൊക്കെ ഇടുന്നില്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ എക്സ്ട്രാ അരേഞ്ച് ഇട്ട് വെട്ടേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ ബാക്ക് പീസിൽ നമുക്ക് അരേഞ്ചിൻ്റെ ആവശ്യമില്ല. ബാക്കിൽ ടക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സ്ട്രാ ഇട്ട് അരേഞ്ച് ബാക്ക് പീസിൽ നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഇനി ഫ്രണ്ട് പീസ് എടുത്തിട്ടിട്ട് നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ആം ഹോൾ കയറും. ഫ്രണ്ട് നമ്മൾ കുഴിച്ച് വെട്ടി കൊടുത്തിട്ടില്ലേ, ആ ഒരു കുഴിച്ച് വെട്ടി ആ ഒരു ഇത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഈ ഒരു ടക്ക് ഇടുമ്പോൾ നമ്മൾ അവിടെ ബാലൻസ് ആവാനായിട്ടാണ് എക്സ്ട്രാ അവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കേട്ടോ, ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഇതേപോലെ ഒന്ന് കുഴിച്ച് വരച്ച് കൊടുക്കണം. 1/2 ഇഞ്ച് ഇറക്കിയാണ് വെട്ടി കൊടുക്കുന്നത്. കാരണം എന്നാന്ന് വെച്ചാൽ റിഗാൾട്ടൊക്കെ ഇടുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ അങ്ങനെ ചെയ്യാവുള്ളൂ. ഇല്ലെന്ന് വരിയിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ ലെവൽ വ്യത്യാസം വരും. ഇതിപ്പം തയ്ച്ച് കഴിയുമ്പം ടക്കലായിട്ട് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് ഇതുപോലെ ഇറക്കി ഒന്ന് വരച്ച് ഇറക്കി വെട്ടി കൊടുത്തിട്ടുള്ളത്. കേട്ടോ, ഇല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെ കട്ട് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഇത് ബാലൻസ് ആകും ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഇനി മെയിൻ ഫാബ്രിക് ഇതേപോലെ 4ആയിട്ട് മടക്കിയിടുക. 4ആയിട്ട് ഇതേപോലെ മടക്കിയിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലൈനിങ് ഉണ്ടല്ലോ, ലൈനിങ് ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെച്ചിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മെയിൻ ലൈനിങ് നമ്മൾ ഒരു 2 ഇഞ്ച് കുറച്ചല്ലേ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മെയിൻ പാർട്ടിൽ നമുക്ക് കറക്റ്റ് വേണ്ട ലെങ്തും തയ്യൽ തുമ്പും നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ലെങ്ത് കുറയും. അപ്പോൾ അതിനും ഇതേപോലെ താഴെ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്തെങ്കിലും ചരിവുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട കറക്റ്റ് ലെങ്തും അതേപോലെ തന്നെ എക്സ്ട്രാ വേണ്ട തയ്യൽ തുമ്പ് കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 40 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ ഫുൾ ലെങ്ത് വേണ്ടത് പ്ലസ് അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടി കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഇതേപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ലൈനിങ് ഉണ്ടല്ലോ, ഈ ഒരു ലൈനിങ് നമ്മൾ ഇതിലേക്ക് ഇതേപോലെ എടുത്തിട്ട് കറക്റ്റായിട്ട് ഷോൾഡർ ലൈൻ്റെ അവിടെ കറക്റ്റായിട്ട് ചേർത്ത് ഇതേപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ലൈനിൽ ഇതേപോലെ സ്ട്രെയിറ്റ് ലൈൻ താഴെ വരെ ഫുൾ ലെങ്തിൽ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡ് പാർട്ടിൽ ഇതുപോലെ നമ്മുടെ ഈ ആം ഹോൾ തൊട്ട് ഇവിടെയൊക്കെ സ്ട്രെയിറ്റ് അതുപോലെ തന്നെ കട്ട് ചെയ്തോളൂ. ഈ ഒരു സൈഡിൽ ഇതേപോലെ ചുറ്റും 1 ഇഞ്ച് നിൽക്കത്തക്ക രീതിയിൽ ഇതുപോലെ ജസ്റ്റ് മാർക്കിംഗ് ചെയ്തിടുക. നമുക്ക് അങ്ങനെ മാർക്കിംഗ് ചെയ്ത് ഇത്രയും നമ്മളിവിടെ വിട്ടിട്ടാണ് കട്ട് ചെയ്യുന്നത്. ലൈനിങ് മെയിൻ പീസും കൂടെ അറ്റാച്ച് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ലെവലിന് ബാലൻസ് ഉള്ള എക്സസ് ആയിട്ടുള്ളതിനെ നമ്മൾ കട്ട് ചെയ്താൽ കളയും. ഒരേ ഒപ്പത്തിനൊക്കെ കട്ട് ചെയ്ത് കളയുമ്പോൾ ചിലപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ തെന്നി മാറി ലെവൽ മാറിപ്പോകും. അതിനാണ് നമ്മൾ ആ സൈഡ് കുറച്ച് കൂടുതലിട്ട് കട്ട് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് ലൈനിങ് കുർത്തിയുടെ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് ടൈലറിംഗ് കോഴ്സുകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓൺലൈൻ കോഴ്സുകൾക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓരോ ഫിഗറിനനുസരിച്ച് കറക്റ്റായിട്ട് എങ്ങനെ ചെയ്യുന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. ഓരോ വ്യത്യസ്ത തരം ബോഡി മെഷർമെൻറ്റിന് അനുസൃതമായ രീതിയിൽ എങ്ങനെയൊക്കെ കട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന കോഴ്സുകളാണ് നമ്മൾ ഓൺലൈനിലൂടെ നൽകുന്നത്. ചുരിദാർ കട്ടിങ്ങിന്, ബ്ലൗസ് കട്ടിങ്ങിന്, ഫ്രോക്കിൻ്റെ, നൈറ്റിയുടെ എല്ലാ കോഴ്സുകളും നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നതാണ്. 1 മാസം മുതൽ 2 വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ വരെയാണ്
നമ്മൾ ഓൺലൈനിലൂടെ ഓഫ്ലൈനിലൂടെ നൽകുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അംഗീകൃത സർട്ടിഫിക്കറ്റും കോഴ്സ് പൂർത്തിയാക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. ഈ കാണുന്ന എല്ലാം നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസ് വർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഫൈനൽ വർക്ക് ചെയ്ത് അയച്ച് നമ്മുടെ സെൻറ്ററിലേക്ക് തന്നിട്ടുള്ളതാണ് ഈ കാണുന്ന വർക്കുകളെല്ലാം. ഇങ്ങനെ ഒരുപാട് വർക്കുകളാണ് നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള വർക്കുകൾ നമ്മുടെ സെൻറ്ററിലേക്ക് ഇരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോസിലെല്ലാം നമ്മുടെ സ്റ്റുഡൻസ് ചെയ്തിട്ടുള്ള വർക്കിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ തന്നെ നമ്മുടെ ഓൺലൈൻ കോഴ്സുകൾ എത്രത്തോളം മികച്ചതാണെന്നുള്ളത് കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ധൈര്യമായിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്തോളൂ. നിങ്ങൾക്ക് പ്രൊഫഷണലായിട്ട് തന്നെ ടൈലറിംഗ് കോഴ്സ് പഠിച്ച് കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങളെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കോഴ്സുകളിലൂടെ നൽകുന്നത്. സ്റ്റിച്ചിങ് ഒട്ടും അറിയാത്തവർക്കും കോഴ്സിന് ജോയിൻ ചെയ്യാവുന്നതാണ്. തയ്യൽ മെഷീൻ്റെ ഉപയോഗം തൊട്ടാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നത്. കോഴ്സുകളുടെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ചുരിദാർ കട്ടിങ്ങിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്ത പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.